റാപ്പിഡായ ചോദ്യങ്ങൾക്ക് ഫയറായ മറുപടികൾ വേണം. ഉത്തരങ്ങളുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ റോൾ ക്യാമറ ഇലക്ഷനിൽ. അപ്പോൾ റോൾ ക്യാമറ ഇലക്ഷനിൽ ഇന്ന് റാപ്പിഡ് ഫയർ റൗണ്ടിൽ നമ്മളോടൊപ്പം ഉള്ളത് തൃശ്ശൂരിലെ NDA BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ ആദ്യ ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ തൃശ്ശൂർ പത്മജ വേണുഗോപാലിന് നല്ല ഓർമ്മയോ അതോ ചീത്ത ഓർമ്മയോ? എനിക്ക് നല്ല ഓർമ്മ തന്നെയാ. നല്ല ഓർമ്മ. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കാര്യപരിധി ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം. ഇതുവരെ മറന്നില്ലല്ലേ? ഇല്ല, മറക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ജീവിതത്തിലെടുത്ത ഏറ്റവും ധീരമായ ഒരു തീരുമാനം? ഇപ്പോഴത്തെ തീരുമാനം തന്നെ BJPയിലേക്ക് പോയത്. തൃശൂർ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിന് മത്സരിക്കാൻ താല്പര്യമുള്ള മറ്റൊരു മണ്ഡലം ഏതാണ്? അങ്ങനെയില്ല, ഞാൻ എവിടെ പോയാലും തൃശ്ശൂരേ വരുള്ളൂ. കേരളം ഇന്നോളം കൺട്രോളിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണ്? ഇപ്പൊ നയനാർ സാറുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ്? അത് എൻ്റെ പിതാവ് നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിനെ പറ്റിയൊക്കെ എനിക്ക് ഏറ്റവും സെറ്റ് അറിയാം. അതുകൊണ്ട് എന്തിനാ ഞാൻ വെറുതെ എന്നെ കൊണ്ട് കള്ളത്തരം പറയിക്കുന്നത്, ഏതാ നല്ല ചീത്ത എന്നുള്ള. അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്താ പറയും? പിണറായിക്ക് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയണത്. പക്ഷെ ഇനി UDF ആറ്റ വന്ന പിണറായി എത്ര പാവെന്ന് പറഞ്ഞു പോകും. ആ രീതിയിലുള്ള ആൾക്കാരെ വരാൻ പോണെന്നുണ്ടെങ്കിൽ എതിർ പാർട്ടിയിൽ നിന്ന് ഇവൻ BJPയിലേക്ക് വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു നേതാവാരാണ്? അങ്ങനെയല്ല, എല്ലാവരും അത്യാവശ്യം വന്നാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും വരണം എന്നാണ്. അത്രയും നടന്നില്ലെങ്കിൽ എന്റെ പകുതിയെങ്കിലും കൊണ്ടു. ഒരാളെ പറയാം, കോൺഗ്രസിൽ നിന്നോ CPM നിന്നോ അങ്ങനെ പറയണ്ട. എന്തിനാ അവരുടെ ഐഡന്റിറ്റി വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അവരിപ്പോ തൽക്കാലം അവിടെ നിന്നോട്ടെ. ശരി, ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറയില്ല, കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. ആരെയാ? അതൊന്നുമില്ല, പറയില്ല. ഏത് പകുതി മനസ്സോടെ നിൽക്കുന്നവരുണ്ട്, ഇപ്പൊ രഹസ്യമായിട്ട് എന്നെ സഹായിക്കുന്നവരുണ്ട്. അവരൊക്കെ ഏത് കാലത്ത് വേണേ വരാം. ഒരു ക്ലൂ തരാമോ? ഇല്ല. ശരി, അടുത്തത്. ഞങ്ങൾ കുറച്ച് പേരുകൾ പറയും. ആ പേരുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറയണം. നരേന്ദ്രമോദി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും പറയാനില്ല. എനിക്ക് അത്രയും ഞാനിപ്പോൾ ഏറ്റവും ആരാധിക്കുന്നതും ഒരു ദൈവത്തിനെ പോലെ വിചാരിക്കുന്ന ഒരാളാണ് അമിത്ഷാ. അദ്ദേഹം ഭയങ്കര ധൈര്യവാനാണ് ഇത് തീരുമാനങ്ങൾ എടുക്കാനും. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിനെ പറ്റി ഒന്നും വല്ല കഴിവുകളുണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ? ഒട്ടും കഴിവില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആയിക്കോട്ടെ, ഞാൻ ആ കൂട്ടത്തിന് വന്നതല്ല, എനിക്ക് അറിഞ്ഞൂടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ. എക്സ്പ്രഷനിലൂടെ മറുപടി. എക്സ്പ്രഷനിലൂടെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്ത് മനസ്സിലാക്കാം? എങ്കിലും ഒരു ഒന്നും പറയാനില്ലേ? ഇല്ല, കാരണം അദ്ദേഹത്തിനോട് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ അമ്മേനെ പറഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. അതൊരിക്കലും എൻ്റെ മനസ്സ് ഞാൻ അദ്ദേഹത്തോട് ആര് ശ്രമിച്ചാലും ഞാൻ ശ്രമിക്കില്ല. അപ്പോൾ ഫയറുള്ള മറുപടികളുമായി പത്മജ വേണുഗോപാലായിരുന്നു നമ്മളോടൊപ്പം ഉള്ളത്. ഇനി അടുത്ത സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് റോൾ ക്യാമറ ഇലക്ഷൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? റോൾ ക്യാമറ ഇലക്ഷൻ.